Hi guys, Welcome back. This is Avinash, this is Ashish. and we are. The D company. company. So we're back with part 5. Yes. And if you haven't seen part 1, 1, 2, 3, three. 4. Throw 4, go check it out. And we'll be beginning it as far as the movie. We liked it. Okay. So let's start. Yeah. 3, Three, 2, two, 1, one, and go. let's go. Continue. തല അറുത്തോണ്ട് വന്നു തിരിച്ച് തയ്ച്ചു ഇല്ല തല അറുത്തു പോയതല്ലേ ആ നോക്കൂ നോക്കൂ അയ്യോ എടാ കറക്റ്റ് ആ സ്കിന്നല്ലേ I can feel that. സൈക്കായി പോയി ജിമ്മയുടെ തല തുന്നി കെട്ടാൻ ഒരു രാത്രി മുഴുവൻ എടുത്തു. മഴ പെയ്യുന്നില്ലെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ പതിവ് പോലെ തന്നെ. വെറും മഴയല്ല, അതിലും വലുതെന്ന് വരാൻ പോകുന്ന റേഡിയോയിലെ കാലാവസ്ഥയിൽ പ്രവചിച്ചത്. എന്തായിരുന്നു തന്നെ വാണി? അതാരാ മറ്റേ മൊട്ടരാജൻ മൊട്ടരാജേന്ദ്ര വലിയ റോളൊന്നും ഇല്ല ചെറിയ റോളാ ഇത് മനസ്സിലായോ? ആദ്യം കാണിച്ചതിന്റെ സേവ് സാധനം, പക്ഷെ ഇത് അവരുടെ വീട്ടിലാണ്. മീരാസ്കറുടെ വീട്ടിൽ എത്ര ധൈര്യത്തിൽ എന്തുവൻ സിഗരറ്റ് വലിക്കുന്ന ആ ദീപന്റെ ധൈര്യം കാരണമൊന്നും അല്ലടാ. അല്ലണ്ണ റേഡിയോയിൽ കേട്ട വാണിംഗ് എന്താ? എടാ തൂഫാൻ വരുന്നുണ്ട്. എല്ലാരെങ്കിലും തൂഫാൻ എന്ന് പറഞ്ഞ സ്റ്റോം കൊടുങ്കാറ്റ് ഫയർ സ്റ്റോം മനസ്സിലായ ഓ ഓജസ് ഗംഭീര. ഗംഭീര അവനിങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട്. നൈസ് ഷോട്ട്. കോണ്ടസ് ഞാൻ ദിവസം കൂടി എനിക്ക് വേണം പറയാൻ. ഞാൻ കള്ളം പറയല്ല. ഓ ഇതൊരു സംഭവം തന്നെ ഗംഭീര ബൊമ്പിൽ എത്തിക്കാണിച്ചു. ഗംഭീര കുളിക്കലടാ കുളിക്കല. ആ അല്ല സാർ, ഞാനെന്താ പറഞ്ഞെന്ന് വെച്ചാ ഇയാളെന്താ ഗംഭീരയുടെ പേര് പറഞ്ഞപ്പോ എന്നെ അവൻ പറഞ്ഞില്ല, ബാക്ക്ഗ്രൗണ്ട് കേട്ടിട്ടാണ് കട്ട് ചെയ്തത്. ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞിട്ട് കട്ട് ചെയ്തു അവിടെ സ്വാഗ് വിഷയല്ലേ. ആ പാട്ട് കേട്ടോ. സ്വാഗാടാ അല്ലേ? ആ മൂവി നടക്കുമ്പോ ഓറ എന്തോടാ അവിടെ സുഖമല്ലേ? താവടയുടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ ധൈര്യം കാണിച്ച ഞങ്ങൾക്ക് സ്വാഗതം. ഞങ്ങളുടെ ഗീതമേ, പോർട്ടിലുള്ള ആളുകളെ ഓമി എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത്? അവരെ എന്റെ മുള്ളേ, എനിക്കങ്ങോട്ട് ഓർമ്മ എന്റെ പുള്ള എവിടെ കൊണ്ട് വെച്ച കൂടെ മനസ്സ് ഡബിങ് കൊള്ളാം അല്ലേ മലയാളം? ഇവിടെ ഒന്ന് നോക്കട്ടെ.
കേട്ടോ. നിനക്കൊക്കെ ചെക്ക് എഴുതി വന്ന് നോക്ക്. വാ, നോക്ക് നോക്ക്. നോക്ക് നോക്ക്. ഏയ്. ഞാൻ കേട്ടിട്ടുണ്ട് ഇവരൊക്കെ നിന്നെ ടൈഗർ എന്നാ വിളിക്കുന്നത്. നീ ടൈഗറാണോ? ശരി, സമ്മതിച്ചു. നീ ടൈഗറൊക്കെ ആയിരിക്കാം. പക്ഷേ ഇപ്പൊ കാലം മാറിപ്പോയിടോ. ഇപ്പൊ കാലം ആരുടെ കയ്യിലാന്നറിയോ? ഫാസ്റ്റ് ആയിട്ട് ഓടുന്നവരുടെ കയ്യില്. പക്ഷെ നിങ്ങളൊക്കെ കേളവന്മാരായി പോയിടോ. നിങ്ങളുടെ കാലത്തൊക്കെ തുരുമ്പ് പിടിച്ച് തോക്കല്ലോ. മനസ്സിലായ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ശരിക്കുള്ള തോക്ക് കാണിച്ചു തരാം. ഇന്നത്തെ ലോകം സൂപ്പർ ഫാസ്റ്റ് ആക്കുക. നോക്ക്, നിങ്ങൾ ഇത് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? പേര് ചിലപ്പോ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ ഞാനൊരു കെട്ടുക്കാച്ച സാധനം കാണിച്ചു തരാം. ഇതിന്റെ പേരറിയോ മോനെ? ധനാലി തോക്ക്. നീ വിരല് കാണുന്നുണ്ടാ? ഇതാണ് എന്റെ ഭാവി തീരുമാനിക്കാൻ പോണത്. അപ്പോ ഇത് ഷൂട്ട് ചെയ്യും. ഷൂട്ട് ചെയ്തേ. അവന്റെ കൈ പിടിച്ചു വെക്കേ. അവന്റെ കൈ പിടിച്ചു വെക്കണോ? അവന്റെ കൈ പിടിച്ചു വെക്കണം. വെട്ടാൻ പറ്റിയ ഒരു കത്തി. കാഴ്ച കണ്ടു നിൽക്കാൻ വെട്ടണോ? കൈക്കേറി. എന്തിനാ ഇവൻ ഒരു വിരൽ നമ്മൾ എടുത്തു കഴിഞ്ഞാ ബാക്കിയുള്ളത് നമുക്കിട്ട് പണി വരും. ഒരു കാര്യം ചെയ്യാം, മൊത്തമായിട്ട് കൈ വെട്ടിക്കാം. ആ നൈസിലായി കേട്ടോ. മൊത്തമായിട്ട് വെട്ടിക്കാം. പോലീസുകാരൊക്കെ തപ്പന്ന് നോക്ക്. എന്താ FIR പിടിച്ചിട്ടുള്ള കത്തികൾ ഉണ്ടാവുമല്ലോ. ടെൻഷൻ അടിക്കല്ലേ? 2 മിനിറ്റ് ഉണ്ടാക്കി 10 മിനിറ്റ് ആയല്ലോ. അവൻ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുക. ഒരു തുരുമ്പ് കൊടുത്ത് കത്തി എടുക്കാനില്ലേ? ഒരു തുരുമ്പ് കൊടുത്ത് കത്തി. ഇത്രയും വലിയ പോലീസ് സ്റ്റേഷനിൽ ഒരു തുരുമ്പ് കൊടുത്ത് കത്തി എടുക്കാനില്ലേ? തുരുമ്പ് പിടിച്ചേ. പെട്ടെന്ന് ഓടിപ്പോ. പോലീസാണ്. പോട്ടിൽ ആളുകളൊക്കെ അവിടെ വിളിപ്പിച്ചിരിക്കുന്നത്. നീത എവിടെയുണ്ട്? ഒരു 4 മണിക്കൂർ 90 പേരോടാം. പുലിക്ക് വെറും 60 പേര് മാത്രമേ ഓടാൻ കഴിയൂ. പക്ഷേ വേട്ടക്കിറങ്ങിയ പുലിമാറിനെ പിടിച്ചിരിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? ഭയം. പുലി തന്നെ വേട്ടയാടി കൊല്ലുന്നുള്ള ഭയം കൊണ്ട് മാൻ സ്വയം കീഴടങ്ങും. ഭയം. ഫിയർ എന്താന്ന് കാണിച്ചു കൊടുത്തിട്ട് വന്നു അല്ലേ? Car is on fire. ഷോട്ടുകളൊക്കെ
ഉരുന്ന് പറയല്ല, ഞങ്ങളിത് കണ്ട് അമ്പരിച്ചു പോയതാ. അതുകൊണ്ട് ഒന്നും കൂടെ കാണാന്ന് വിചാരിച്ചു. എന്നെ ഷോട്ടാണ് ഇതൊക്കെ നോക്കൂ, വിഷയം ഷോട്ടല്ലേ. ബോംബ് പിടിച്ചോണ്ട് എഡിറ്ററിന് സൗന്ദര്യങ്ങള് TNT ആയിരിക്കും. റിഫ്ലക്ഷൻ കണ്ടോ? ആ വെടിക്ക് അനുസരിച്ചാണ് മ്യൂസിക് പോയേക്കുന്നത്. ആ കട്ടിനും വെട്ടിനും മനസ്സിലായ തുടച്ചിട്ടുണ്ട്. ഓ നൈസ്. എന്താണ് നൈസ്. കാലം കൊണ്ട് റീലോഡ് ചെയ്തോ. നൈസ്. കാലിലോ എങ്ങോട്ടാണോ പോകുന്നത്? ഒരു കാര്യം തീ വെച്ചിട്ടാണ് ഇങ്ങനെ നടക്കണേ. ഓ നൈസ്. നൈസ് അല്ലേ? ഓ ആ ബ്ലഡ് കൊണ്ട് എടുത്ത്. എന്റെ ആളെന്ന് രക്ഷിക്കാൻ വേണ്ടി ഞാൻ വന്നത്. നിന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമെങ്കിൽ വിളിച്ചോ. ഓ സേവ് ലൈൻ അല്ലേ? പുള്ളിക്കാരുടെ മോളെ അല്ലേ വെടിവെച്ച്? സ്റ്റൈല് കണ്ടോ? അവരൊരു ഷോട്ട്, ഓജി 3 ഷോട്ട്. അങ്ങനെ കത്തിക്കാൻ വരട്ടെ. ആ പഴയത്തെ തീ എപ്പോഴും ഓടുവോ? മൂട് വേറെ ഷെയ്ഡ് വെച്ചിട്ടുണ്ട്. ഓ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ സെക്യൂരിറ്റിക്ക് വന്നാണ്. നിങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി തന്നെ ഗംഭീരയിൽ നിന്ന് രക്ഷിക്കും. നിങ്ങൾ തോക്കെടുത്താവും നിങ്ങളെ കൊല്ലും. നിങ്ങളുടെ സെക്യൂരിറ്റിക്ക് തന്നെ തോക്കെടുക്കണ്ടത്. ആ ഒരു സ്റ്റൈല് കണ്ടോ, പണ്ടത്തെ സ്റ്റൈല്. ഇതിന് പെറ്റോർത്തിട്ട് കത്തിക്കണമെന്ന് ഞാൻ വിചാരിച്ചേ, പക്ഷെ തല കിട്ടിയില്ല. ഞാൻ ആരാണെന്ന് പറഞ്ഞുതരാൻ നിന്റെ അനിയനുമില്ല. നിന്റെ തന്ത അത് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള അവസ്ഥയിലുണ്ട് നീ. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നേ. ഈ ചിതയറിഞ്ഞ് തീരുന്ന ഒരു സമയം തരാം. എല്ലാം വിട്ടേക്ക്.
ഇതിനകത്ത് ഉൾപ്പെടെ. ഓമയ്ക്ക് വാർണിംഗ് തരാൻ വന്നിരിക്കുകയാണല്ലേ നീ? വാണിംഗ് എന്നടാ, ഇതെന്റെ തീരുമാനമാണ്. ഓജിയുടെ തീരുമാനം. പണ്ടൊന്നും ആൾക്കാർക്ക് ഫോട്ടോ കിട്ടത്തില്ലായിരുന്നല്ലോ. പണ്ടൊന്നും ഫോട്ടോ എടുക്കത്തില്ലല്ലോ അങ്ങനെ. ഇപ്പൊ അല്ലേ ഫുൾ സോഷ്യൽ മീഡിയ ഒക്കെ ആ ഒരു സമയം, ഈ സമയം. ഗംഭീര 15 വർഷം മുമ്പ് എന്റെ അച്ഛനെ കൊന്നിട്ട് അവൻ ബോംബെ വിട്ട് എങ്ങോട്ടോ പോയി. 6 വയസ്സ് മുതൽ. So that's it. That's part 5. And We'll be continuing watching it. So stay tuned for part 6. So we'll be back Okay. in part 6. So if you haven't watched the previous videos, go check it out and support us. Like, share, Yeah. subscribe, and do let us know what we should react on next. നിങ്ങളുടെ Until വലിയ then- അഭിപ്രായങ്ങൾ അറിയിക്കുക. Yeah. Until then, Bye.